പിണറായി വിജയനും മന്ത്രിസഭയും നാണം കെട്ട് തല താഴ്ത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. സ്വർണ്ണപ്പാളി വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതി വിധി വരുമ്പോൾ ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ ക്ഷുഭിതനായ രോക്ഷാകുലനായ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അങ്ങനെയാണ്. അദ്ദേഹം വ്യക്തിഹത്യ ചെയ്യും, മോശമായ പദപ്രയോഗങ്ങൾ നടത്തും, പല നേതാക്കളെയും മോശമായ രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുന്ന പദപ്രയോഗങ്ങൾ നടത്താറുണ്ട്, ബോഡി ഷെയ്മിങ് നടത്താറുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതി ഒരു ഇളിയാണ് പിണറായി വിജയൻ എപ്പോഴും സ്ഥിരമായി കാണിക്കാറുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തിനാണ് കയറി സംസാരിക്കുന്നത് എന്ന രീതിയാണ്. കൈരളി ചാനൽ ഒഴികെ മറ്റു ഒരു ചാനലിൻ്റെയും പ്രതിനിധികളോട് സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് നമുക്ക് കണ്ടാലറിയാം. പിന്നെയുള്ളത് റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ വന്നിരിക്കുന്ന റിപ്പോർട്ടറോട് മാത്രം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കും. കാരണം ഇടതുപക്ഷത്തിനെ താങ്ങി പിടിച്ചുകൊണ്ട് ഏതറ്റം വരെയും എന്ത് നെറുകേടും കാണിക്കാം എന്നുള്ളതാണല്ലോ ഇപ്പോൾ അഗസ്റ്റിൻ സഹോദരന്മാരുടെ പ്രധാനപ്പെട്ട പണി. ഏതായാലും സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി അവിടെ തട്ടിപ്പ് നടന്നു, കളവ് നടന്നു എന്നുള്ളത് അത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റി. അതുമാത്രമല്ല, ഈ വിഷയത്തിൽ ദേവസ്വം വകുപ്പിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം നിയമസഭയിൽ കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. ഈ വിഷയത്തിൽ നജീബ് കാന്തപുരം എന്ന MLA, അദ്ദേഹം പെരിന്തൽമണ്ണ MLA ആണ്, അദ്ദേഹത്തിനെ ബോഡി ഷെയ്മിങ് നടത്തി. അദ്ദേഹത്തിന് പൊക്കം കുറവാണ്, അതുകൊണ്ട് ഈ രീതിയിലുള്ള നേതാക്കളെയൊന്നും സ്വീകരിക്കില്ല, അല്ലെങ്കിൽ പറയുന്നൊന്നും കേൾക്കണ്ട എന്ന രീതിയിലുള്ള ധാർഷ്ട്യമാണ് മുഖ്യമന്ത്രിക്ക്. നേരത്തെ ഒരു മന്ത്രി അമിതാഭ് ബച്ചൻ്റെ പൊക്കമുണ്ടായിരുന്ന ആ രീതിയിലുള്ള തലക്കനമുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഇന്ദ്രൻസിനെ പോലെ ആയല്ലോ എന്ന രീതിയിലുള്ള പ്രസ്താവന പറഞ്ഞത് ഏറെ വിവാദകരമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സ്വർണ്ണപ്പാളി വിഷയം മാത്രമല്ല, ദേവസ്വം ബോർഡിനകത്ത് കട്ട തിന്നുന്ന വെള്ളാനകളായ ഉദ്യോഗസ്ഥർ നിരവധിയാണ്. കേരളത്തിൽ ദേവസ്വം ബോർഡ് വലിയ രീതിയിൽ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുകയാണ്, അല്ലെങ്കിൽ ബോധപൂർവം ഇതൊക്കെ നടത്തുകയാണ്. തട്ടിപ്പിനും വെട്ടിപ്പിനും വേണ്ടിയാണ് ദേവസ്വം ബോർഡ് ഉള്ളത് എന്ന രീതിയിലാണ് ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾ. മോഷണം ഒരു സ്ഥിരം തൊഴിലാക്കി ഇറങ്ങുന്ന വെള്ളയിട്ട രാഷ്ട്രീയ പ്രവർത്തകർ ഇടതുപക്ഷത്തിൽ, പ്രത്യേകിച്ച് CPIM-ൽ കുനിഞ്ഞുകൂടുന്നു എന്നുള്ളതാണ്. നേരത്തെ PS പ്രശാന്ത് ഈ വിഷയത്തിൽ പറഞ്ഞ വാക്കുകളൊന്നും അംഗീകരിക്കാൻ പോലും കഴിയില്ല. ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ തന്നെ കേന്ദ്രവുമായി ചേർന്ന് ഒരു ഒത്തുകളിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള ആരോപണവും അതിശക്തമാണ്. നമുക്കറിയാം, അമിത്ഷായുമായിട്ടുള്ള കൂടിക്കാഴ്ച നേരത്തെ പിണറായി വിജയൻ നടത്തിയതാണ്. പല കാര്യങ്ങളിലും കേന്ദ്രവുമായി ഒത്തുകളിക്കുകയാണ്. എന്തിനധികം പറഞ്ഞു, ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് പോലും ദേശീയ അന്വേഷണ ഏജൻസിയെ ഭയക്കാതെ പിണറായി വിജയൻ കഴിയുന്നത് മറ്റ് BJP ഇതര മുഖ്യമന്ത്രിമാരെ അപേക്ഷിച്ച് മടിയിൽ കനമുണ്ടെങ്കിലും വഴിയിൽ പേടിക്കേണ്ട. കാരണം സംഘികൾക്ക് കുഴലോതാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് വ്യക്തമായ കാരണമാണ്.